paradise of Era and Isa. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഐറ അംഷി. അപ്പനായി ജേക്കച്ചക്കിട്ട് വെടക്കാണെന്ന് പോണ മനസ്സിലായോ? തായ്ലൻഡ്. ഇന്നത്തെ വീഡിയോ തായ്ലൻഡിൽ പോയപ്പോൾ ഒരു കണ്ണ വീഡിയോ ഇത്. അപ്പം ഞാനും അല്ല ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത് ഫ്ലൈറ്റിൽ. ഞാനിങ്ങനെയൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഫ്ലൈറ്റ് മേലേക്ക് പോയി എനിക്ക് വണ്ടി ആഗ്രഹം ഫ്ലൈറ്റിൽ കയറണം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ഞങ്ങൾ രാത്രി ആയിട്ടാ ഫ്ലൈറ്റ്. ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ ലോഞ്ച് ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ. അതേ അല്ലോടെ ഫ്ലൈറ്റൊക്കെ ചിരിച്ച് നിന്ന്. ലൂനൊക്കെ ഉമ്മാനെ കണ്ണുണ്ടായപ്പോൾ എൻ്റെ വിഷമായി. ലൂനപ്പം ചെറുതായിട്ടൊരു പനി ഉണ്ടായത്. അവൾ ഫുഡ് കഴിച്ചില്ല കഴിച്ച്. അവളവിടെ വെറുതെ കളിച്ചിരിക്കുന്നു. അപ്പൊ വീഡിയോ എടുക്കാനായിട്ട് നമ്മളത്ത അല്ലുകുട്ടിയെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ എയർപോർട്ടിലെ ലോഞ്ചിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. മിനൂസ് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. പാസ്തയും നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് മിനൂസും മല്ലും എല്ലാവരും കൂടെ താഴേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റിൻ്റെ ടൈമായിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനൂസ് വല്ലും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ. അപ്പം ഞങ്ങളുടെ സിറ്റിയിലൊക്കെ ഇരുന്നിട്ടോ. ഞാൻ വിൻഡോ സീറ്റിലായിരുന്നു. നമ്മളെ ഫ്ലൈറ്റ് മൂവായി പറഞ്ഞ മേലേക്ക് പറത്ത് നമ്മളടിയത്തെ കാഴ്ച കഴിച്ചിട്ട് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നിട്ട് അപ്പം ഇവിടെ ചെന്ന് ഞങ്ങൾ ബോംബെയിൽ ഇറങ്ങിട്ട. നമ്മൾ റോക്കി ബായുടെ എയർപോർട്ട് എത്തിയിട്ട് ബോംബെ എയർപോർട്ട്. ഞാൻ ചോദിച്ചത് ഇവിടെ റോക്കി ബായിനെ കാണുമെന്ന്. ഞാൻ അപ്പോൾ എയർപോർട്ടിൽ ഉള്ളി വെറുതെ നടക്കണ്ട എസ്കലേറ്ററിൽ കയറിയിട്ട്. അപ്പോൾ നല്ല വലിയൊരു അടിപൊളി എയർപോർട്ടായിരുന്നു. അവൾ ഒട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഉഷാറില്ലാണ്ട് പനിയല്ലേന്ന്. എനിക്കും അല്ലൂനെ കുമ്മാനെ കാണാണ്ടായിട്ട് വിഷമായി. പിന്നെ ഒരു ടാബ് ഉണ്ടായി, അതിൽ വീഡിയോ കോൾ ചെയ്തു. ഇതാണ് എനിക്ക് അബൗണ്ടെന്ന ട്രോളി ബാഗ്. അങ്ങനെയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടം കമൻറ്റ് ചെയ്യാണോ? അപ്പം നമുക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി തായ്ലൻഡ് എത്താനായി. നിറച്ച് ക്ലൗഡാണ്. വെളുപ്പിന് ഫ്ലൈറ്റിൽ നിന്ന് എണീറ്റ് നോക്കിയ വ്യൂ വന്നത് എന്ത് രസമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായ എടി കണ്ടിട്ട് നമ്മൾ തായ്ലൻഡ്. അപ്പോൾ ഞങ്ങളുടെ എയർപോർട്ടിലെത്തി ഇറങ്ങി. അപ്പം ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് ഡ്രൈവർ വരാൻ പറഞ്ഞിട്ടോ. അപ്പം ഞങ്ങൾ ഡ്രൈവർ ഇട്ടു. ഫസ്റ്റ് പോയ ടൈഗർ പാർക്ക്. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ബ്രേക്ക്ഫാസ്റ്റുകൾ ക്യാപ്സ് നിന്ന് ചിക്കനൊക്കെ കഴിച്ചിട്ടോ. ടൈഗർ പാർക്കിലൊക്കെ ഞങ്ങൾ ഫ്രഷായി. ഇതൊക്കെ ടൈഗറിനാ. ഇത് വലിയൊരു ടൈഗറായിരുന്നു. ഞങ്ങൾ ഇതിനൊക്കെ കുറേ നേരം നോക്കി നിന്ന്. നമുക്ക് ഈ ഗ്രില്ലിൻ്റെ അടുത്തോടാൻ പാടില്ല കേട്ടോ. ഷോക്ക് വെച്ചിട്ടുണ്ട്. ഷോക്ക് അടിക്കും തൊട്ട.
അവിടെ കുറേ വീഡിയോസ് എടുത്തിട്ട് ഞങ്ങൾ കുഞ്ഞു ടൈഗർ എടുത്തു പോയി. ഞാനെല്ലാം ചെറുതാറിന് ഞങ്ങൾക്ക് കുഞ്ഞു ടൈഗർ എടുത്ത് കയറാൻ പറ്റുള്ളൂ. ചെറിയ കുട്ടികളൊന്നും വലിയ ടൈഗർ എടുത്ത് കയറ്റില്ല. ആദ്യം കണ്ട കുഞ്ഞു ടൈഗർ തന്നെ കുറുമനായി ഇത് ആ വാശിയായിരുന്നു കുഞ്ഞു പാവ. അതിരിച്ചാടൊന്നും കൂട്ടാക്കണ്ടായില്ല. അത് കഴിഞ്ഞ് ഈ ടൈഗർ എടുത്തുകൊണ്ടുപോയി. അത് വാശി എടുത്തില്ല, കിടന്നുറങ്ങായിരുന്നു. ഞാനും അപ്പുറത്ത് എല്ലാവരും മീൻ തൊട്ട് കളിച്ച് അതിൻ്റെ അടുത്ത് ഫോട്ടോസ് എടുത്ത് ഗൈസ് കുറേ എടുത്തു. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ തൊട്ടിട്ട് കമൻറ്റ് ചെയ്യണോട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നേരെ റൂമിലേക്ക് പോയി. കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ ഡ്രൈവർ കാർ കൊണ്ട് വന്നിട്ടോ അൽക്കസർ ഷോവിന് പോവാൻ. അപ്പം ഞങ്ങൾ അവിടെ ഡാൻസ് തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യട്ടോ. തായ്ലൻഡിൽ തന്നെ പ്രോഗ്രാമാണ്. തായ്ലൻഡിൽ നല്ലൊരു കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ഷോ കാണാത്തവർ നമ്മളെ വീഡിയോ കണ്ടോട്ടാ. എല്ലാവരും ലൈക്ക് ചെയ്യണോട്ടെ എൻ്റെ വീഡിയോസ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നു ഗൈസ്. തായ്ലൻഡിലത്തെ എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോ ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും ഈ ഷോ കാണണം. ഷോയിൽ കുറേ നേരം ഉണ്ടായിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. കുറേ ചിരിച്ചാണ് ഉണ്ടായിരുന്നു. മുഴുവനും ലേഡീസ് അല്ലാട്ടാ, ലേഡി ബോയ് ഇതൊക്കെ. ഈ ഷോ കഴിഞ്ഞ് നേരെ റൂമിൽ പോയി ഞങ്ങൾ റൂമിൻ്റെ യൂസ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ റൂമിൽ ബാൽക്കണിയിൽ നിന്ന് കണ്ട്. രാത്രിയായപ്പോൾ നല്ല തണവുണ്ടായിട്ടാ. അവിടെ 2 ആയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന പട്ടായ ബീച്ചിക്കാണ്. അവിടെ കോറലയിലിട്ട് അവിടെ കണ്ടാ നമ്മളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ സ്പീഡ് ബോട്ട് ചെയ്താണ് പോടാത്ത. അവിടെ കുറേ ചേച്ചീസൊക്കെ ഉണ്ട് കേട്ടോ. ബനാന ബോട്ടിങ്, പാരാസൈലിങ്, കോറലൈലൻഡ് ടൂറ്. അപ്പം അവിടെ കുറേ ചേച്ചീസ് ഉണ്ട്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഫസ്റ്റ് അബ്ബ പാരാസൈഡിൽ കയറാൻ നിൽക്കണം. ഞാനെല്ലാത്തേക്ക് അവിടെ എത്തിയിട്ടാ. കുറേ ട്യൂൺ നിന്നിട്ട് ആദ്യം തന്നെ ജാക്കറ്റ് ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ട്യൂൺ നിന്നിട്ട് വേണം അതിൽ കയറാൻ. അത് അബ്ബക്കൊക്കെ ജാക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജാക്കറ്റിന് പിന്നെ അതിൽ കയറാൻ ട്യൂണിക്കാണ്. ഇത് നമ്മളെ ബോഡി പോണ്ട് അതിൽ കയറാൻ. അബ്ബ പറക്കണ കണ്ടിട്ട് വരാൻ ഒരു ബോട്ട് ആദ്യം പോകുന്നിട്ട് അതിൻ്റെ മേലെ കൂടിയാണ് അബ്ബനെ വിളിച്ചു പോകുന്നത്. ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അബ്ബ ബോർഡ് നോക്കി അബ്ബക്ക് പേടിയൊന്നുമില്ല. അബ്ബ റൗണ്ട് അടിച്ചതേ ഉള്ളൂ. അത്ത നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അല്ലൂന് വയ്യാത്തവരൊക്കെ കയറണ്ടെന്ന് പറഞ്ഞു. അപ്പം അബ്ബ സമ്മതിച്ചിട്ട് അപ്പുറന്ന് കയറിക്കൂടിയെന്ന് പറഞ്ഞു. അപ്പം അബ്ബ അല്ലൂന് പിടിച്ചിട്ട് അത്ത കയറിയിട്ട് അബ്ബടെ പോലെ ഇങ്ങനെ തിരിച്ചു വന്നപ്പോ അത്തക്കല്ല് ഹായ് ഇതാ പറഞ്ഞിട്ട എന്നോട് പറഞ്ഞിട്ട് അത്തക്ക് പേടിയായിരുന്നു. അവിടെ പോയിട്ട് ഒരു ചുറ്റു റൗണ്ട് അടിച്ചുള്ളൂ കേട്ടോ. നമ്മളെ വേറെ സ്ഥലം കൊണ്ടുപോട്ടാ.
ഇവിടെ ഉണ്ടല്ലോ നമ്മൾ കടലിൻ്റെ അടിക്കൊക്കെ ഞാനല്ലോ കൊള്ളാറത്തെ ബേക്കായിന്ന് പോയില്ല കേട്ടാ. ഇവിടെ നമ്മളെ സ്പീഡ് ബോട്ടൊക്കെ വേറെ ബീച്ച് ബോട്ടാ. ഞാൻ ബീച്ചിലൊക്കെ എത്തി കടലിൽ കുളിക്കേട്ടാ. ഇവിടെ ആളൊന്നുമില്ലാട്ടാ. ഇവിടെ ബനാന ബോട്ടൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ അബ്ബേ വന്നിട്ട് കുളിക്കാനായിട്ട്. ഞാൻ അബ്ബക്ക് കുറേ നേരം കടലിലൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ച് അപ്പം ഞങ്ങളിവിടെ തിരിച്ച് സ്പീഡ് ബോട്ടിലായിട്ട് പോയത്. സ്പീഡ് ബോട്ട് ബാക്കി വെള്ളം കേട്ടോ. അപ്പൊ ഡേ 2 ആക്ടിവിറ്റീസ് എല്ലാം ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളോടും തിരിച്ചു പോയി ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് പോയി. രാത്രി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കാനായിരുന്നു. ഇതാണ് നമ്മൾ തായ്ലൻഡിലത്തെ രാത്രി കാഴ്ചകൾ. ഇവിടെ എല്ലാവരും രാത്രി നടക്കണം. എന്തായാലും ഫുള്ള് ലേറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. വാക്കിംഗ് സ്ട്രീറ്റ് എത്തിയപ്പോൾ നല്ല തുർക്കിഷ് ഐസ്ക്രീം വാങ്ങിക്കാനൊക്കെ വേണ്ടി കാണണം. ആ ചേട്ടനെ പറ്റിച്ചോണ്ടിരിക്കും. നിങ്ങളൊക്കെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടാ? ഇതെൻ്റെ കമൻറ്റ് ചെയ്യണോ കേട്ടോ. അല്ലെങ്കിൽ മൂത്തിട്ടൊരു ഐസ്ക്രീം ചേട്ടൻ കുറേ നേരം പറ്റിച്ച് ലാസ്റ്റാണ് എൻ്റെ ഐസ്ക്രീം എന്നാ. എനിക്ക് ലാസ്റ്റ് തരാണ്. അപ്പം ദേഷ്യം വന്നിട്ടാ. നോക്കിയ സ്ട്രീറ്റ് ഫുഡ് നോക്കിയ തായ്ലൻഡിത്ത. അപ്പൊ ഞാൻ എന്തുട്ടാണ് കാണാൻ നോക്കിയപ്പോ മുതലക്കുഞ്ഞി കിടക്കും. ഞാൻ മുതലെനിക്ക് തിന്നോ. അവിടുത്തെ ആൾക്കാരൊക്കെ മുതൽ തിന്നുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടില്ല. അയ്യേ അവിടെ ഒരു മാള് കണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ ക്രിസ്മസ് ട്രീ. അതിൻ്റെ വലിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായി. പിന്നെ തായ്ലൻഡുകാരുടെ ഡ്രസ്സും എല്ലാം ഞങ്ങൾ കണ്ടിട്ടാ. കുറച്ച് നേരം മാളിലൊക്കെ നടന്ന് നല്ല രസമുണ്ടായിരുന്നു അവിടെ. തണുത്തിട്ടല്ലോ ജാക്കറ്റ് ഇട്ടിട്ട് വന്നു. അപ്പതേ മാളിന്ന് ഇറങ്ങിയപ്പോ വീണ്ടും ഒരു സാധനം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാട്ടാ. നിങ്ങൾക്ക് പുഴുവിനെ കാണണം, തിന്നണ പുഴുവിന. നോക്കി തേളും പുഴുവൊക്കെ എനിക്കിഷ്ടായില്ല. ഞങ്ങള് സോസേജ് വാങ്ങിച്ച് കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. ഞങ്ങളവിടെ തന്നെ വെച്ചുണ്ടോന്നു. അല്ലുവാവ കടക്ക് തണുത്തിട്ട് അവള് കടക്കേന്ന് കുറെ നേരം വൈകിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നിട്ട് അടിയുള്ള പാട്ടൊക്കെ കേട്ടപ്പോൾ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ കേട്ടോ.
ഹോട്ടലിൽ നിന്ന് ബാങ്കോക്കിലേക്കാണ് പോയത്. അത് സഫാരി വേൾഡിൽ പോയിട്ട് ഫുള്ളടിച്ച് പൊളിയായിരുന്നു. സഫാരി വേൾഡിൽ ഒരു അടിപൊളി വീഡിയോ കേട്ടോ, എല്ലാവരും കാണണോട്ടാ. ഞാൻ പുലിനെ സിംഹത്തിനൊക്കെ കണ്ട് സഫാരി വേൾഡിൽ നിന്ന് കുറേ തിരിച്ച് എയർപോർട്ടിൽ പോയി. അപ്പം ഞങ്ങൾ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയത്. ഇതെന്നിട്ട് തായ്ലൻഡിൻ്റെ എയർപോർട്ട് നല്ല വലിയ എയർപോർട്ടാണ്. ഞങ്ങളെ ഫ്ലൈറ്റ് ടൈമായി. ഞങ്ങളുടെ ഫ്ലൈറ്റ് കയറി നിന്നിട്ടാ തായ്ലൻഡിൽ പോകാനായിട്ട് വിഷമമായിരുന്നു. ഞാൻ തന്നെ പറയും നമുക്ക് 2 ദിവസം നിൽക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് മൂവായി തുടങ്ങി. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവണ്ട, എന്തായാലും സപ്പോർട്ട് ചെയ്യണോട്ടാ. ഞാനല്ലൊക്കെ ഫ്ലൈറ്റ് കിടന്നുറങ്ങാൻ പോവാണ്. ബൈ ബൈ തായ്ലൻഡ്. ഫുള്ള് ലൈറ്റൊക്കെ കാണുന്ന ആട്ടിയിലൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. തായ്ലൻഡിൽ പോവാത്തവരെന്തായാലും പോകണോട്ടെ, നല്ല അടിപൊളി പ്ലേസ് ആണ്. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ മാറി മാറി കയറി തിങ് ഫ്ലൈറ്റ് എടുത്തത്. ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ അവിടെ എയർപോർട്ടിൽ ഓടി കളിച്ചിരുന്നിട്ടാ. പിന്നെ കുറേ നേരം കയറിയിട്ടാ നമുക്ക് അടുത്ത ഫ്ലൈറ്റ്. അപ്പം ഞാൻ ഫ്രഷായ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പത്തെ ഫ്ലൈറ്റ് ടൈമായി. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. അപ്പം ഞങ്ങൾ നടന്ന് പോയിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ടാ. വണ്ടി തണുത്ത് വിറക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ ബൈ. എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം. അപ്പം എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ബൈ ബൈ. ലവ് യു. ടേക്ക് കെയർ. ലവ് യു.